101-ാം ജന്മദിനം ആഘോഷിക്കുന്ന മാതൃഭൂമി ദിനപത്രത്തിന് വാർത്താ വിചാരണയുടെ ആശംസകൾ. 101-ാം വാർഷികത്തോടനുബന്ധിച്ച് ആ പത്രം എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: സത്യനിഷ്ഠയുടെ അക്ഷരപാത. തുടർന്ന് ആ പത്രം എഴുതുന്നു: അച്ചടിച്ച വാക്കിൻ്റെ വിശുദ്ധിയിൽ എക്കാലവും വിശ്വസിച്ചു പോന്നിരുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് മാതൃഭൂമി. പ്രസ്ഥാനം എന്നതിനേക്കാൾ ഒരുപക്ഷെ അതൊരു പന്ഥാവാണ്. സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വെളിച്ചമുള്ള അക്ഷരപാത. ആ വീതിയിലൂടെ ഒരു ചരിത്ര സഞ്ചാരം. ഇത്രയും അടിച്ചു വിടണമെങ്കിൽ ആ പത്രാധിപരുടെ തൊലിക്കെട്ടി എത്ര ഭീകരമായിരിക്കും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അട്ടിപ്പേർ അവകാശം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആ പത്രം അതിൻ്റെ 101 വർഷത്തെ ചരിത്രത്തിൽ ആദ്യകാലമൊടിച്ച്, അതും ഭാഗികമായി, പിന്നീട് എന്നെങ്കിലും മുകളിൽ അച്ചടിച്ച വരികളോട് നീതി പുലർത്തിയിട്ടുണ്ടോ? വെറും കച്ചവട താല്പര്യവും അതിൻ്റെ മുതലാളിമാരുടെ വ്യക്തി താല്പര്യവും കുടുംബ താല്പര്യവുമല്ലാതെ മറ്റെന്തെങ്കിലും ആ പത്രത്തിൻ്റെ മുഖമുദ്ര ആയിട്ടുണ്ടോ? ചരിത്രാന്വേഷികളായ ഏതൊരാൾക്കും ആ പത്രത്തിൻ്റെ 100 കഥകൾ പറയാനുണ്ടാകും. അതെല്ലാം ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ മാത്രമായിരിക്കും. മാതൃഭൂമി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയിട്ടുള്ള VM നായർ പിന്നീട് കണ്ണീരൊഴുക്കിയതിൻ്റെ കഥ MP നാരായണപിള്ള 3-ാം കണ്ണ് എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഒരു ദേശീയ പത്രം ആ പത്രത്തിൻ്റെ ഓഹരികൾ വാങ്ങാൻ ശ്രമിച്ചപ്പോൾ പുലി വരുന്നേ എന്ന് നിലവിളിക്കുകയും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിലപിച്ചതും ഓർക്കുന്നില്ലേ? ഒടുവിൽ ആ ഓഹരികളെല്ലാം വാങ്ങിക്കൂട്ടി പത്രത്തെ കൈപ്പിടിയിലാക്കിയത് ആരാണ്? ഈ ഗൂഢനീക്കത്തിനിടയിൽ നാലപ്പാട് കുടുംബത്തിൻ്റെ കണ്ണീർ വീണ് നനഞ്ഞ പത്രമല്ലേ അത്? നെടുങ്ങാടി ബാങ്ക് എന്ന സ്വകാര്യ ബാങ്ക് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയും പിന്നീട് ആ ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചതും ചരിത്രം. ഒരു ബാങ്കിൻ്റെ തകർച്ചയ്ക്ക് നിദാനമായതിന് പിന്നിൽ ഈ ഓഹരി കൈമാറ്റം ഘടകമായിരുന്നു. ഇങ്ങനെ എന്നും ചതിയും വഞ്ചനയും കൈമുതലാക്കി അധികാരം പിടിച്ചെടുത്ത മുതലാളിമാർ നയിക്കുന്ന പത്രം പറയുന്നു സത്യനിഷ്ഠയുടെ അക്ഷരപാത എന്ന്. ഇവിടെ മോഹൻലാലും രേവതിയും ദേവനും രതീഷുമെല്ലാം തകർത്ത് അഭിനയിച്ച അഗ്നിദേവൻ എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. ആ സിനിമയിൽ പറയുന്നതിലെ അവസാന ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ബാധകമായ ഒരു പത്രം. അതായത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരിൽ നിന്നും വളഞ്ഞ വഴിയിലൂടെ പത്രം കൈപ്പിടിയിലാക്കുന്ന കള്ളപ്പണക്കാരുടെ ചരിത്രം വരെയുള്ള ഭാഗം. 101-ാം വാർഷികത്തോടനുബന്ധിച്ച് ആ മുഖപ്രസംഗത്തിൻ്റെ ചില വരികൾ കൂടി വായിക്കാതെ പോകാനാവില്ല. വ്യാജ വാർത്തയുടെ ഭീഷണമായ പ്രചാരണമാണ് ഈ സാമൂഹ്യ മാധ്യമകാലം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അസത്യം പുരളാത്ത വാർത്തകൾ അറിയാൻ അച്ചടി മാധ്യമങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ച സ്രോതസ്സെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ. സ്വയം മുറുകെ പിടിക്കുന്ന മൂല്യത്രയത്തിലെ ആദ്യം വിളങ്ങി നിൽക്കുന്നതിൽ മാതൃഭൂമിക്ക് ഈ വേളയിൽ എക്കാലത്തെയും എന്ന പോലെ ഏറെ അഭിമാനം തോന്നുന്നു. എന്തൊരു ആത്മവഞ്ചനയാണ് ഇതെഴുതിയ പത്രാധിപർക്ക്! എന്നെങ്കിലും ഈ പത്രം സത്യം മുറുകെ പിടിച്ചിട്ടുണ്ടോ? ഒരു ലജ്ജയുമില്ലാതെ സത്യത്തെക്കുറിച്ച് ഇങ്ങനെ അടിച്ചുവിടാൻ എങ്ങനെ കഴിയുന്നു? ആലപ്പുഴയിലെ ഓമനക്കുട്ടന്മാർ ഉൾപ്പെടെ എത്ര ആയിരങ്ങളാണ് ഈ പത്രത്തിൻ്റെ അസത്യ വാർത്തകളുടെ ഇരയായിട്ടുള്ളത്. പിന്നെ ആ പത്രം പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളുടെ നുണ കാരണം വായനക്കാർ പത്രമാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മുഖ്യധാരാ മാധ്യമങ്ങളുടെ 100 കണക്കിന് പച്ച നുണകളാണ് സമൂഹ മാധ്യമങ്ങൾ അനുദിനം പൊളിച്ചടുക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം അസത്യ പ്രചാരകരുടെ ഘോഷയാത്രയുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പത്രമാണ് മാതൃഭൂമി, ചാനലാണ് മാതൃഭൂമി. എന്നിട്ടും സത്യത്തെക്കുറിച്ച് വാചാലരാകുന്നു. സമത്വവും സ്വാതന്ത്ര്യവുമാണ് ആ പത്രത്തിൻ്റെ സ്വയം മുറുകെ പിടിക്കുന്ന മൂല്യത്രയങ്ങളിൽ മറ്റ് 2 പറയുന്നത്. എവിടെയാണ് ആ പത്രം പറയുന്ന സമത്വം? പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ പുറത്തു വന്നിട്ട് 2-3 ദിവസമായില്ലേ? ആ പത്രത്തിൻ്റെ നിലപാടെന്താണ്? സമത്വത്തിൻ്റെ നിലപാടാണോ? ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്തുന്ന കേന്ദ്ര നയത്തിനെതിരെ ഒരു വാക്കുരിയാടാൻ നട്ടലുണ്ടോ അവർക്ക്? അതുമാത്രമോ, ഏതാനും ദശകങ്ങളായി ആ പത്രം കടുത്ത ഹിന്ദുത്വ വർഗീയത മുഖമുദ്ര ആക്കിയിരിക്കുകയല്ലേ? മാതൃഭൂമി എന്നതിൽ നിന്നും കാവ്യഭൂമിയിലേക്ക് പരിണാമം സംഭവിച്ച പത്രത്തിന് എന്ത് സമത്വം? 3ാമത് സ്വാതന്ത്ര്യം. ആ സ്ഥാപനത്തിൻ്റെ ഓരോ തൊഴിലാളിക്കും അതിനുള്ള മറുപടി ഉണ്ടാകും. മുതലാളിമാരുടെ പീഡനത്തിൻ്റെ ഭീകരത കാരണം തൊഴിൽ വിട്ട് ഇറങ്ങിയവരുടെ നീണ്ട നിരയുണ്ട് ഇവിടെ. ന്യായമായ അവകാശങ്ങൾ ചോദിച്ചതിന് ആ പത്രത്തിൻ്റെ ജേർണലിസ്റ്റ് യൂണിയൻ ഭാരവാഹികളെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു വാർത്താ സാധ്യതയുമില്ലാത്ത കുഗ്രാമങ്ങളിലേക്ക് വരെ
സ്ഥലം മാറ്റിയതിൻ്റെ കഥകൾ ഏറെ. ഇത്തരം ഒരു പത്രം 101-ാം വാർഷികത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ എഴുതി വിടുമ്പോൾ ഇത്രയെങ്കിലും പറയാതെ പോകുന്നത് എങ്ങനെയാണ്? അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ 101-ാം ജന്മദിനത്തിൽ ആ പത്രം മുഖപ്രസംഗത്തിലൂടെ ഒരു പ്രതിജ്ഞയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഇതുവരെ കാട്ടിക്കൂട്ടിയ എല്ലാ നെറുകേടുകളും അവസാനിപ്പിച്ച് ഇനിയുള്ള നാളുകളിൽ സത്യനിഷ്ഠയുടെ അക്ഷരപാതയിൽ നടക്കുമെന്ന്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും പറയുന്നത്.